പുസ്തകങ്ങളെ ജീവിതത്തോട് ചേർത്തു പിടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറുണ്ട് കൊല്ലത്ത്. ആണ്ടാമുക്കം താമരക്കുളം സ്വദേശി ജഗജീവൻ. വരുമാനത്തിലെ ഒരു പങ്ക് ദിവസവും മാറ്റിവെച്ച് ജഗജീവൻ വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തും. അച്ഛൻ്റെ വായന വഴിയെ അക്ഷരങ്ങളോട് കൂട്ടുകൂടിയാണ് 11 വയസ്സുകാരൻ സിദ്ധാർത്ഥ് ചതുർവേദി. ഇതെന്താ വണ്ടിയിൽ പുസ്തകമൊക്കെ ഇരിക്കുന്നത്? വായിക്കാനുണ്ട് ഉപയോഗിക്കുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ കാണുമല്ലോ? തീർച്ചയായും ഒരു ലൈബ്രറിക്കുള്ള അതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ കാണാനാണ് സാധ്യതയുള്ളത്. നമുക്ക് വീട്ടിലോട്ടൊന്ന് പോയാലോ? അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് ജഗജീവനിലെ ഈ വായനാശീലം. അതിരാവിലെ എഴുന്നേറ്റും ജോലിക്കിടയിലെ ഇടവേളയിലും ജോലി കഴിഞ്ഞെത്തുന്ന സമയത്തും ജഗൻ പുസ്തകങ്ങളുടെ ലോകത്തേക്കിറങ്ങും. ഇതുവരെ വായിച്ചു തീർത്ത പുസ്തകങ്ങൾ എത്രയെന്ന ജഗജീവന് പോലും അറിയില്ല. ഈ കാണുന്ന പുസ്തകങ്ങൾ അത്രയും ഇദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. ഓട്ടോറിക്ഷ ഓടിക്കിട്ടുന്ന വരുമാനത്തിൽ നിന്നും 10ഉം 20ഉം മാറ്റിവെച്ച് വാങ്ങിക്കൂട്ടിയവ. ഇന്ന് ആ ശേഖരത്തിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. ഇനിയൊക്കെ ജഗജീവൻ പറയും. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ആത്മീയ പുസ്തകങ്ങളൊക്കെ ഫിലോസഫിയോടാണ് കൂടുതൽ താല്പര്യം. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആത്മകഥകൾ, പിന്നെ ജീവചരിത്രം, പിന്നെ അത് കഴിഞ്ഞാൽ ലേഖനങ്ങളാണ്. ശ്രീബുദ്ധനോടാണ് ഏറെ ആരാധന. അതുകൊണ്ട് തന്നെ മകനു നൽകിയ പേരും സിദ്ധാർത്ഥൻ ചതുർവേദി എന്നാണ്. അച്ഛനെ പോലെ തന്നെ മകനും വായന ജീവനാണ്. അച്ഛൻ ഇങ്ങനെ വായിച്ച് പഠിപ്പിച്ച് പിന്നെ അതിനകത്തോട്ട് വായിക്കാൻ തുടങ്ങി. വായനയിൽ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഭർത്താവിൻ്റെ ഈ ശീലത്തോട് ഭാര്യ ശ്രീകലയും മകൾ സിദ്ധിത്രയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. നല്ല കാര്യം തന്നെ. പിന്നെ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. കൊച്ചിലെ തൊട്ടേ ഉള്ളതാണ്. കുറേ വായിച്ചിട്ട് രാവിലെയൊക്കെ ഓട്ടം പോകുന്നതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ കുറേ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വായിച്ചിട്ട് വന്ന് കിടക്കാൻ പറയും. ഇപ്പം നമുക്ക് തന്നെ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞൊക്കെ തരും. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ശീലമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അനിയനും അതിനകത്തേക്ക് പോയപ്പം ഒത്തിരി കൂടി സന്തോഷമുണ്ട്. വായിച്ചു തീർത്തതിൽ ചിലതൊക്കെ ചേർത്തുവെച്ച മഹാന്മാരുടെ അപൂർവ സൂക്തങ്ങൾ കോർത്തിണക്കിയ ഒരു പുസ്തകം പുറത്തിറക്കണമെന്ന ആഗ്രഹവും ജഗജീവനുണ്ട്. സോഷ്യൽ മീഡിയയിൽ വിരലോടിക്കുമ്പോൾ വായനയെ മറന്നു തുടങ്ങുന്ന പുതുതലമുറയ്ക്ക് ജഗജീവൻ ഒരു മാതൃകയാണ്. ജഗജീവനിലൂടെ ഈ സിദ്ധാർത്ഥും. ജഗജീവൻ്റെ ഗ്രന്ഥപുരയിൽ നിന്നും പ്രതിവാളത്തുങ്ങലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.